ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ലൊരു പ്ലം കേക്കാണ്. ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ചിലവ് കുറച്ച് നല്ല പ്ലം കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിപ്പം ഈ 250 മില്ലി കപ്പിൻ്റെ അളവിൽ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇതിൽ പകുതി നമുക്ക് പൊടിച്ചെടുക്കാം, പകുതി നമുക്ക് ക്യാരമൽ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാം. എന്നിട്ട് ഞാനൊരു ക്യാരമൽ ഉണ്ടാക്കാൻ വേണ്ടി ആ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. പകുതി നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ കുറച്ച് ഗ്രാമ്പും കുറച്ച് 3-4 ഏലക്കായും 10-20 ഗ്രാമ്പുമാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് തന്നെ ഇട്ട പൊടി വരാത്തതുകൊണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ഇത് പൊടിച്ചെടുക്കാം. ഒന്ന് ക്യാരമല് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാനൊരു ചെറിയ ബൗളിൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. ബ്ലൂബെറി ഓപ്ഷണലാണ്. ബ്ലൂബെറി ഇല്ലെങ്കിൽ നമുക്ക് കറുത്ത മുന്തിരിങ്ങ എടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 8-10 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് ഉണക്കമുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ഒരു വെള്ള പേജുള്ള പേപ്പറിൻ്റെ ഒരു പിൻ പേജ് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ടിൻ്റെ അതേ സൈസിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. ഒന്ന് മാർക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു കേക്ക് ടിന്നിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റാണോ അല്ലയെന്ന് നോക്കാം. സൈഡ്സൊക്കെ നമുക്കൊന്ന് പോയിൻ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഈ ഒരു സർക്കിൾ പേപ്പർ എനിക്ക് കറക്റ്റാണ്. ഇനി മിച്ചമുള്ള പേപ്പർ നമുക്ക് സൈഡിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സൈഡിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ഇപ്പം നമ്മുടെ ക്യാരമൽ ഞാൻ പഞ്ചസാര ഉരുകി വന്നു. അതിലേക്ക് വെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ള മുന്തിരിങ്ങയാണ്, 2 ടീസ്പൂൺ ഉണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ ഇത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയാണ്, അത് എല്ലാം ഒരേ അളവിലെടുത്ത് അത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. ഡ്രൈ ബ്ലൂബെറിയാണ്, ഇതും കൊണ്ട് നമുക്കിതിലേക്ക്, ഇത് ഓപ്ഷനിലാണ്, ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ ഇച്ചിരി നേരം തിളച്ച് വരട്ടെ. ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ തീയിൽ വെച്ച് നമുക്കിത് നല്ലപോലെ പറ്റിച്ചെടുക്കാം. ഒന്ന് പറ്റി വരട്ടെ കുറച്ച് നേരം. ഓണാണോ? ഓൺ ചെയ്യും. ഇത് നമ്മുടെ ഏലക്കായും ഗ്രാമ്പും കൂടെ ഞാൻ പൊടിച്ചെടുത്തു. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു 1/4 ടീസ്പൂൺ കൂടെ ഈ ഇതിനകത്തേക്ക് നമുക്കൊരു ശകലം ഇട്ട് കൊടുക്കാം. അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അതും കൂടി ഇത് മിക്സ് ചെയ്യാം. നമ്മൾ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബട്ടർ പേപ്പർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ പീസ് ഓഫ് പേപ്പർ നല്ലപോലെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ഓയിൽ എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പേപ്പറിൽ മൊത്തം നല്ലപോലെ എണ്ണ തേച്ച് കൊടുക്കാം. എണ്ണ ആയാലും ബട്ടറും, എണ്ണയോ ബട്ടറോ ഘീയോ തേച്ച് കൊടുക്കാം. നമുക്ക് നല്ലപോലെ തേച്ച് കൊടുക്കാം. ഗ്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
പിന്നെ നല്ലപോലെ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് മൈദ എടുത്തിട്ട് ഇതിൻ്റെ മണ്ടയിലേക്കൊന്ന് തൂക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ ബട്ടർ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡിൽ വേണമെങ്കിൽ എണ്ണ തൂക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ പേപ്പർ കട്ട് ചെയ്തിട്ട് എണ്ണ തേച്ചിട്ട് പിന്നെ മൈദ ഇട്ടിട്ട് ഇങ്ങനെ സൈഡിലും വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അതേ മിക്സിയിലേക്ക് നമ്മളെടുത്ത് വെച്ച 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൗഡറാക്കി എടുക്കാം. പഞ്ചസാര ഇപ്പം നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് പൊടിക്കണം. ഇപ്പം ഞാൻ ബട്ടർ പേപ്പർ പോലെ പേപ്പർ നല്ലപോലെ എല്ലാ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ കാരമൽ സിറപ്പ് നമ്മളിപ്പോൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിനകത്തിട്ട് നല്ലപോലെ സോക്കായി വരണം. അപ്പോൾ ഇത് തണുപ്പിക്കാൻ വെക്കാം. എന്നിട്ട് ഞാൻ പഞ്ചസാര എടുത്ത അതേ കപ്പിൽ തന്നെ 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് കാഷ്യൂ നട്ട്സ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട് ചെറുതായിട്ടൊന്ന് ഒരു വലിയ കഷ്ണത്തിലൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് കാഷ്യൂസ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാഷ്യൂസ് നമുക്ക് 2ആയിട്ട് മുറിച്ചിട്ട് ടോപ്പിങ്സിനായിട്ട് വെക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് കാഷ്യൂസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ടോപ്പിങ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിയുള്ള കാഷ്യൂസ് ഞാൻ 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് എടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലിട്ട് 2-3 പ്രാവശ്യം തെള്ളിയെടുക്കാം. മിക്സിയുടെ ജാർ എടുത്ത് ഇതിലേക്ക് നമുക്ക് 1 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 മുട്ട നമുക്ക് ഉടച്ചൊഴിക്കാം. നമുക്കിതൊരു സെക്കൻഡ് ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുക്കാം. അതിലേക്ക് ഞാനൊരു ചെറിയൊരു കഷ്ണം ജാതിപ്പത്തിരിയാണ് എടുത്തത്. മുമ്പ് ഞാൻ മറന്നുപോയായിരുന്നു ജാതിയുടെ ഇതുണ്ടായാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ മുമ്പ് ഇത് അടിച്ചെടുക്കാൻ മറന്നുപോയി. ഗ്രാമ്പും ഒക്കെ ഇട്ട കൂടെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതുകൂടി ഇട്ട് അടിച്ചെടുക്കാം. മുട്ട നമ്മൾ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പൊടിച്ച് വെച്ച പഞ്ചസാരയാണിത്. ഇത് ഞാൻ 2 ഓറഞ്ച് പിഴിഞ്ഞെടുത്ത ഓറഞ്ചിൻ്റെ നീരാണ്. അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ച് വേണമെങ്കിൽ നമുക്കിടാം. ഞാനിപ്പോൾ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തത് എളുപ്പത്തിന്. അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഗ്രാമ്പും ഏലക്കായും കൂടെ പൊടിച്ചെടുത്തതാണ്. ആ പൊടിയും കൂടി ഇതിലേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. ഇച്ചിരി കുറച്ച് 1/4 ടീസ്പൂൺ ഇട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി ഫ്രൂട്ട്സിൻ്റെ കൂടെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ഇതൊരു വാനില എസൻസ് ആണ്. ഒരു 4 തുള്ളി വാനില എസൻസേ ഞാൻ എടുക്കുന്നുള്ളൂ. അത് ഏലക്ക ഇട്ടത് കൊണ്ട്. ഇല്ലെങ്കിൽ നമ്മളൊരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഞാൻ ഓൾറെഡി ഏലക്ക ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നമ്മളത് എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുത്തതാണ്. പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത മുട്ടയുടെയൊക്കെ ഇത് നമ്മൾ കാരമൽ ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കാഷ്യൂ നട്ട് ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾ എടുത്തു വെച്ച പൊടി കൂടി മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം.
2-3 പ്രാവശ്യമായിട്ട് ഇട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. വൺ സൈഡിലേക്ക് മാത്രമേ നമ്മൾ മിക്സ് ചെയ്യാവുള്ളൂ. മൊത്തം പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഒത്തിരി വെള്ളം, ഒത്തിരി ലൂസാവാൻ വേണ്ട, എന്നാൽ ഒത്തിരി ഡ്രൈ ആയിട്ടുമല്ല ഇരിക്കുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇതിൻ്റെ മണ്ടയിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബ്ലൂബെറിയും പിന്നെ കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കാം. ബ്ലൂബെറി ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ കിസ്മിസ് ആയാലും ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ബ്ലൂബെറി ഇട്ട് കൊടുക്കാം. ബ്ലൂബെറി ഇല്ലെങ്കിൽ ബ്ലാക്ക് കിസ്മിസോ നോർമൽ കിസ്മിസോ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഓവൻ ഇല്ലാതെയാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. 20 മിനിറ്റ്സ് മുമ്പ് നമ്മളൊരു പാത്രം ഗ്യാസിൻ്റെ മണ്ടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പഴയ ഒരു പാനിൻ്റെ മണ്ടയിലായിരുന്നു നമ്മൾ ഈ ഒരു പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. 20 മിനിറ്റ്സ് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കേക്ക് ടിൻ ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൻ്റെ അടപ്പ് വെച്ച് മൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ അടപ്പിൽ നമ്മൾ ആവി വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടി അടപ്പിൻ്റെ ഹോളിൽ നമ്മൾ പേപ്പർ വെച്ചിട്ടുണ്ട്. തീ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. നമുക്ക് ഓപ്പൺ ചെയ്തൊന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റ് 1 മണിക്കൂറായിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി, അപ്പോൾ ആയിട്ടില്ലായിരുന്നു. നമുക്കൊന്നൊരു കുത്തി നോക്കാം ടൂത്ത് പിക്ക് കൊണ്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നമ്മുടെ കേക്ക് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ടൂത്ത് പിക്കിലൊന്നും പിടിച്ചിട്ടില്ല. കേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റി വെക്കാം, തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സൈഡിലെ പേപ്പറെല്ലാം നമുക്കൊന്ന് എടുത്ത് കളയാം. നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ടുള്ള കളർ കിട്ടി. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.